ഹായ് ഫ്രണ്ട്സ്, ടൈറ്റു ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലൂമിനസ് ഇൻവെർട്ടറിൻ്റെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ബ്രാൻഡ് ലൂമിനസ് ആണ്. അതിൻ്റെ മോഡൽ എക്കോവാട്ട് 1050 ആണ്. അപ്പോൾ ഇതൊരു സ്ക്വയർ വേവ് ഇൻവെർട്ടറാണ്. ഇതിൻ്റെ ഒന്നാമത്തെ ഇൻഡിക്കേഷന് മെയിൻസ് ആണ്. നമുക്ക് മെയിൻസിൻ്റെ ഇൻഡിക്കേഷനാണ്. രണ്ടാമത്തേത് ചാർജിങ് ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ ഉണ്ട്, UPS മോഡുണ്ട്, ലോ ബാറ്ററി ഉണ്ട്, എക്കോ മോഡുണ്ട്, ഓവർലോഡുണ്ട്. ഇതിനകത്ത് വാട്ടർ എന്നുള്ള ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യേണ്ട ഒരു സെൻസർ വഴിയാണ്. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയുടെ ഡിസ്റ്റൽ വാട്ടറിൻ്റെ ലെവൽ നമുക്ക് താന്ന് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ LED ഇൻഡിക്കേഷൻ വരുന്നതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്ക് സൈഡ്, ഇതിൻ്റെ ബാക്കിൽ നമുക്ക് മെയിൻസ് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള മെയിൻസ് കോഡുണ്ട്, പിന്നെ ഫ്യൂസ് ഉണ്ട്. ഇത് മെയിൻസ് കോഡും പിന്നെ ഫ്യൂസ്, പിന്നെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി 3 പിൻ സോക്കറ്റാണുള്ളത്. 3 പിൻ സോക്കറ്റ് ഉണ്ട്. പിന്നെയാണ് ഇവിടെ ഈ ബാറ്ററി ലെവൽ സിഗ്നൽ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ബാറ്ററിയുടെ ഏതിലൊരു സെല്ലിലേക്ക് ഒരു സെൻസർ കണക്ട് ചെയ്ത് അതിൻ്റെ പുറകിൽ കണക്ട് ചെയ്യണം. പിന്നുള്ളത് ഫാനുണ്ട്, പിന്നെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള റെഡ് ബ്ലാക്ക് വയറുണ്ട്. പിന്നെ ഈ ബാക്ക് സൈഡിലുള്ള സ്വിച്ച് എന്ന് പറഞ്ഞാൽ എക്കോ മോഡ് അല്ലെന്നുണ്ടെങ്കിൽ UPS മോഡിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചാണ്. പിന്നീട് എക്കോ മോഡെന്ന് പറയുമ്പോൾ ഇൻവെർട്ടർ മോഡെന്നാണ്. അപ്പം അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് ബാറ്ററി സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചാണുള്ളത്. ഞാനത് കാണിച്ചു തരാം. ഇപ്പം ബാറ്ററി സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ട്യൂബുലർ ബാറ്ററി ആണോ, ഫ്ലാറ്റ് പ്ലേറ്റ് ആണോ, ഇനി SMF ആണോ, ലോക്കൽ ബാറ്ററി ആണോ, അത് ഏത് ബാറ്ററിയിലേക്കാണോ നമ്മൾ കണക്ട് ചെയ്യുന്നത് ആ ബാറ്ററിയിലെ പൊസിഷനിൽ ഇത് സെലക്ട് ചെയ്യണം. ഇപ്പം നമ്മൾ ട്യൂബുലർ ബാറ്ററിയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ട്യൂബുലറിലേക്ക് സെലക്ട് ചെയ്യണം. ഫ്ലാറ്റ് പ്ലേറ്റ് ആണെങ്കിൽ അതിലേക്ക്, SMF ആണെങ്കിൽ ഇനി ഒന്നുമല്ല ഏതെങ്കിലും ലോക്കൽ ബ്രാൻഡ് ആണെങ്കിൽ അതിലേക്ക്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ബാക്ക് സൈഡ് ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നേരെ ഒരു ഗ്രീൻ LED അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ഏത് മോഡിലാണെന്നുള്ളത് ആ LED നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്രീൻ LED വരും. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തപ്പോൾ കണ്ടോ ഗ്രീൻ LED വന്നു. കാരണം അത് ഞാൻ ട്യൂബുലർ ബാറ്ററിയിലേക്കാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ ഞാനത് മാറ്റാം. ഫ്ലാറ്റ് പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം അടുത്ത LED കത്തി. ഇപ്പം ഞാൻ SMFലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലോക്കലിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ അത് ബ്ലിങ്ക് ആകത്തില്ല. അത് ഡസ്റ്റ് കയറിട്ട്, ആ സ്വിച്ചിനകത്ത് ഡസ്റ്റ് കയറിയിട്ട് പ്രോപ്പറായിട്ട് കോൺടാക്റ്റ് കിട്ടാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ ആയത്. ഞാൻ ട്യൂബുലറിലേക്കാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. ട്യൂബുലർ ബാറ്ററിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഇൻവെർട്ടറിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ. എക്കോവാട്ട് എന്ന് വരുമ്പോൾ തന്നെ ഇത് ഒരു സ്ക്വയർ വേവ് ഇൻവെർട്ടറാണ്. അതുപോലെ ഈ ചാനലിൽ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമാണ് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും വേണം. ഈ ചാനലിൽ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.